ഒരു ലാഭവുമില്ല. പാർട്ടി ഒരു ലാഭവും പറഞ്ഞിട്ടില്ല. പാർട്ടി പറഞ്ഞത് പാർട്ടി സംബന്ധിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല. ഞങ്ങൾ ചർച്ച ചെയ്ത് പറയാമെങ്കിൽ ഇപ്പോൾ പറയുന്നില്ല. അതെല്ലാം എന്തൊക്കെയോ പറയുന്ന കൂടുതലാണെന്ന് ഞാനിപ്പോൾ അതിനൊന്നും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സതീശൻ പറയുന്ന കാര്യത്തിന് മുഴുവൻ മറുപടി പറയാൻ പുറപ്പെട്ടാൽ ഞാൻ എത്ര പ്രാവശ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളോട് തന്നെ. ഗോൾവാൾക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയുടെ മുമ്പിൽ പോയി ഉദ്ഘാടനം ചെയ്ത് പ്രാർത്ഥിച്ച ആളാണ് ഈ പറയുന്ന വി.ഡി. സതീശൻ. എന്തിൻ്റെ മതനിരപേക്ഷതയാണ് അദ്ദേഹം പറയുക? അമ്മാതിരിയുള്ള വർത്തമാനം പറയുന്ന ആളുകളാണ് അവരോടൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തും പറയും. അങ്ങനെയാണ്. ഇത് കരുകോല് സിദ്ധാന്തമാണ്. അദ്ദേഹം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് നല്ല പരിചയമുള്ള ആളല്ലേ വി.ഡി. സതീശൻ. നന്നായിട്ട് സംസാരിക്കുന്നയാൾ, മാന്യതയോടുകൂടിയാണ് പെരുമാറുക. കരുകോല് സിദ്ധാന്തം വന്നപ്പോൾ എല്ലാവരെയും നിഷേധിച്ചോളണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നിഷേധിക്കാനുള്ള പുറപ്പാടാണ്. ആ നിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് സതീശൻ മനസ്സിലാക്കിയത്. ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളോട് ഇപ്പോൾ ഞാൻ പറയുന്നത്. വിനോദ വിശ്വത്തിലെല്ലാം മനസ്സിലാവും. ഒറ്റപ്പെട്ട രീതിയിലൊന്നും കാര്യങ്ങൾ അവതരിപ്പിക്കണ്ട കേട്ടോ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഒറ്റപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കണ്ടെന്ന്. അന്ന് ഒറ്റപ്പെട്ട രീതി തന്നെ അവതരിപ്പിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ഭാഗമല്ലേ CPI. അതുകൊണ്ടെന്താ? അതൊരു രണ്ട് പാർട്ടിയല്ലേ. രണ്ട് പാർട്ടിക്ക് രണ്ട് പാർട്ടിയുടെ അഭിപ്രായം ഉണ്ടാവില്ലേ? അത് കേട്ട ഉടനെ തന്നെ ആ ചോദ്യം അതിൻ്റെ ഒപ്പം ചേർത്ത് പറഞ്ഞതിൻ്റെ എന്തടിസ്ഥാന? നിങ്ങളെല്ലാം പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സാധാരണ മാധ്യമപ്രവർത്തകന് ചേർന്നതല്ല കേട്ടോ. അത് മനസ്സിലാക്കുന്നു. ഉടനെ അതിന് അപ്പോൾ ഒരു ചാൻസ് കിട്ടി ചോദിക്കാൻ. ഉടനെ ഒരു ചോദ്യം. അതിൻ്റെ രീതിയിലൊന്നുമല്ല. അത് എങ്ങനെ ഞാൻ പറഞ്ഞ പ്രശ്നം എന്തായിരുന്നു? വി.ഡി. സതീശനെ പറ്റി ഞാൻ പറഞ്ഞത് എന്താ? വി.ഡി. സതീശനോട് പറഞ്ഞത് RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനികനായ ഗോൾവാൾക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് അതിനെ വഴങ്ങി അതിൻ്റെ ഭാഗമായി ഉദ്ഘാടന പ്രസംഗം നടത്തി. അങ്ങനെയുള്ള ഒരാളാണ് ആര്? വി.ഡി. സതീശൻ. എന്ന് ഞാൻ പല പത്രസമ്മേളനത്തിൽ നിങ്ങൾ ആരും കൊടുക്കില്ല. അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അങ്ങനെ തന്നെയാണോ? അങ്ങനെയാ ചോദിച്ചത്. ശരി, മതി. വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടന്നിട്ട് എന്തെങ്കിലും ഒരു കാമ്പുണ്ടാവണം ചർച്ചക്കൊക്കെ കേട്ടോ. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചോദിച്ചാൽ പോലും ശരിയാവില്ല. ചോദിച്ചിരുന്നു. എനിക്ക് ഞാൻ വളരെ അസ്വസ്ഥത ഇല്ലാണ്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്കെന്തെങ്കിലും അസ്വസ്ഥ നിങ്ങൾ ചോദിച്ചതിൻ്റെ കാര്യത്തിൽ ഞാൻ അസ്വസ്ഥപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരിക്കും. അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ. അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ അസ്വസ്ഥപ്പെട്ട് വേറെ എന്തെങ്കിലും പറയുന്നു നിങ്ങൾ വിചാരിക്കും വേണ്ട കേട്ടോ. മനസ്സിലായില്ലേ? അല്ല, അങ്ങനെയുള്ള അസ്വസ്ഥത ഇല്ലാന്ന് പറഞ്ഞു അത് മനസ്സിലായില്ലേ പിന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അങ്ങനെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടാണ്. അമ്മാതിരിയുള്ള വർത്താനമല്ലല്ലോ നമ്മൾ പറയേണ്ടത്. നമ്മൾ ന്യായമായ ജനാധിപത്യമായ ചോദ്യം ഉത്തരവല്ലേ നമ്മൾ പറയേണ്ടത്. ജനാധിപത്യ രീതിയായി ജനാധിപത്യ രീതി എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ ഉന്നയിക്കുക, ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾക്ക് മറുപടി പറയുക. അതല്ലേ രീതി. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് ഉടനെ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ വേറെ എന്തോ ഒരു കാര്യം അവതരിപ്പിക്കാൻ പാടില്ലല്ലോ. അത് ശരിയല്ലല്ലോ. ശരിയായ സംബന്ധം. നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന അത് ശരി. അത് നോക്കാം. നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന പക്ഷെ നിങ്ങൾ നേരെ എന്നെയാ പറയുന്നത്. എനിക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നതാണ് നിങ്ങൾ പറയുന്നത്. എനിക്ക് അസ്വസ്ഥത ഇല്ല. എന്നാൽ പിന്നെ പ്രശ്നമില്ല. യാതൊരു സംശയമില്ല. ജനാധിപത്യപരമായ ഉള്ളടക്കം തന്നെയാണ്. അതായത് വി.ഡി. സതീശനുമായിട്ട് ബന്ധപ്പെട്ട ഗോൾവാൾക്കറുടെ പ്രശ്നത്തിൻ്റെ മേലെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണോ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് എന്ന് അതിനെങ്ങനെയാണോ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് യാതൊരു പരസ്പര ബന്ധവുമില്ലാതെ ചോദ്യമല്ലേ. ആ ചോദ്യം അങ്ങനെ ചോദിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ തന്നെ ഞാൻ ഇപ്പോൾ ഉള്ളത്. അത്രയേ ഉള്ളൂ. ആരെ നിങ്ങൾക്ക് എന്തും വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ആവശ്യം നാളെ മലയാള മനോരമയിൽ ഇങ്ങനെ ഒരു ഹെഡിങ് വേണം. CPIM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്ന CPI സംസ്ഥാന സെക്രട്ടറിയെ തള്ളിപ്പറഞ്ഞു എന്നുള്ള വാർത്തകൾക്ക് ഉണ്ടാക്കാനല്ലേ. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉൾക്കണ്ടിയില്ല. ഞങ്ങൾ രണ്ട് പാർട്ടിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയുടെ വ്യത്യസ്തതയുള്ള നിലപാടുകൾ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. പക്ഷേ ഞങ്ങളൊരു പൊതുവായ കാഴ്ചപ്പാട് വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ കൂട്ടായി യോജിച്ച് ആരെക്കാളും കൂടുതൽ ബന്ധം CPIയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന പാർട്ടിയാണ് CPIM. ഇനിയിപ്പോൾ അതിനകത്ത് സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. ഇനി എന്ത് കാര്യം കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല.